ഇനി 36 ഭഗവാൻ വാച്ച അതുകൂടെ നടത്തണം. അത് 38 ശ്രീ ഭഗവാൻ വാച്ച. ജന്മകർമാഭിധാനാനി അവിടെ അതതിനെ എടുക്കട്ടെ. ആ ഏവം സംഭാഷിതോരാജ്ഞ ഭഗവാൻ ഭൂതഭാവന പ്രത്യാഹ പ്രഹസൻവാണ്യ മേഘനാഥഗഭീരയ. അങ്ങ് ആരാണ്, ജന്മസ്ഥലം എവിടെയാണ്, എന്താണ് ജോലി എന്നിങ്ങനെ കുറെ ചോദ്യങ്ങളാണ് മുഴുകുന്ദൻ ചോദിച്ചത്. അതിന് മറുപടി പറയാൻ ഭഗവാൻ ആരംഭിക്കും. ശ്രീ ഭഗവാനുവാച ജന്മകർമാഭിധാനാനി സന്ധിമെങ്കഫഹസ്രസ ന ശക്യന്തേ അനുസംഖ്യാതും അനന്തത്വാൻ മയാപി. ജന്മ കർമ്മ അഭിധാനാനി സന്ധി മേ അംഗ സഹസ്രശ. ഹേ അംഗ സംബോധനയാണ്. അല്ലയോ പൂജ്യനായുള്ളവനെ, മേ എനിക്ക് ജന്മകർമ്മ അഭിധാനാനി, എനിക്ക് ജന്മങ്ങളും കർമ്മങ്ങളും അഭിധാനം പേര് നാമധേയങ്ങളും സഹസ്രശ സന്ധി ആയിരക്കണക്കിനുണ്ട്. ഇതിലേതാ പറയേണ്ടതെന്ന് പറഞ്ഞോളൂ. പേര് പറയാൻ പറഞ്ഞ എനിക്ക് 1000 പേരുണ്ട്. ജന്മം എവിടെയാന്ന് ചോദിച്ചാൽ ഞാൻ 1000 സ്ഥലത്ത് ജനിച്ചിരുന്നു, മാറി മാറി. കർമ്മം എന്താന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഇപ്പൊ ഏതാ അറിയേണ്ടത്? ജന്മ കർമ്മ അഭിധാനാനി സന്ധി മേംഗ സഹസ്രശ ന ശക്യന്തേ അനുസംഖ്യാതും. ന ശക്യന്തേ കഴിയില്ല, അനുസംഖ്യാതും എണ്ണിത്തിട്ടപ്പെടുത്താൻ. ന ശക്യന്തേ അനുസംഖ്യാതും, അനുസംഖ്യാതും ന ശക്യന്തേ അനന്തത്വാത് മയാപി ഹി. അനന്തത്വാത് അവധിയില്ലാത്തത് കൊണ്ട്, അന്തമില്ലാത്തത് കൊണ്ട്, മയാപി എനിക്ക് പോലും എണ്ണിത്തിട്ടാൻ പറ്റത്തില്ല. അനന്തമാണെന്നുള്ളത് കൊണ്ട് അത് എണ്ണി തിട്ടപ്പെടുത്തി പറയാൻ എനിക്ക് പോലും പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ഇപ്പൊ പറയുക? പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പേരുകളെല്ലാം ഓർമ്മിച്ച് പറയാൻ എനിക്കിപ്പോ ആവുന്നില്ല. എന്റെ ജന്മങ്ങളും എന്റെ കർമ്മങ്ങളും ഒക്കെ എത്രയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ എനിക്ക് ഓർമ്മിച്ച് എണ്ണി തിട്ടപ്പെടുത്തി പറയാൻ എനിക്ക് പോലും ആവില്ല. പിന്നെ എങ്ങനെ ഞാൻ പറയാൻ പറ്റും? നല്ല ചോദ്യവും നല്ല മറുപടിയാണ്. ജന്മകർമാഭിധാനാനി സന്ധിമേംഗ സഹസ്രശ ന ശക്യന്തേ അനുസംഖ്യാതും അനന്തത്വാൻ മയാപി. ജന്മകർമാഭിധാനാനി സന്ധിമേംഗ സഹസ്രശ ന ശക്യന്തേ അനുസംഖ്യാതും അനന്തത്വാൻ മയാപി. ജന്മകർമാഭിധാനാനി സന്ധിമേംഗ സഹസ്രശ ന ശക്യന്തേ അനുസംഖ്യാതും അനന്തത്വാൻ മയാപി. ക്വചിത് രജംസി വിമമേ പാർത്ഥിവാന്യുരുജന്മഭി ഗുണകർമാഭിധാനാനി നമേ ജന്മാനി കർഹിചിത്. ക്വചിത് ചിലപ്പോൾ, രജാംസി പൊടികളെ, വിമമേ എണ്ണാമായിരിക്കും, മാനം ചെയ്യുക, എണ്ണുക. വിമമേ പാർത്ഥിവാനി പൃഥ്വിയിലുള്ള, ഒരു ജന്മഭി അനേകം ജന്മങ്ങളെ കൊണ്ട് ഒരുപക്ഷെങ്കിൽ ഭൂമിയിലുള്ള മണൽത്തരികൾ എണ്ണിക്കൂട്ടാൻ പറ്റുമായിരിക്കും. ക്വചിത് രജാംസി വിമമേ പാർത്ഥിവാനി ഒരു ജന്മഭി. പാർത്ഥിവാനി രജാംസി ഒരു ജന്മഭി ക്വചിത് വിമമേ. ഭൂമിയിലുള്ള രജഫുകൾ, പൊടിപടലങ്ങൾ, മണൽത്തരികൾ ചിലപ്പോൾ അനേക ജന്മം കൊണ്ട് ഒരാൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റിയേക്കാം. ഗുണകർമാഭിധാനാനി, എന്റെ ഗുണങ്ങൾ, എന്റെ കർമ്മങ്ങൾ, എന്റെ പേരുകൾ, നമേ ജന്മാനി കർഹിച്ചത്, എന്റെ ജന്മങ്ങൾ, ഇതൊന്നും ഒരാൾക്കും എത്ര ജന്മം എടുത്താലും എണ്ണി തിട്ടപ്പെടുത്താനാവില്ല. ഇത് കണക്കാക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. ഗുണകർമ്മ അഭിധാനാനി,
ഗുണങ്ങളും കർമ്മങ്ങളും അഭിധാനങ്ങളും ജന്മാനി ജന്മങ്ങൾ കൊണ്ട് കർഹിച്ചത് ഒരാൾക്ക് പോലും മേ എന്റെ ജന്മങ്ങളും കർമ്മങ്ങളും അഭിധാനങ്ങളും ഒരാൾക്കും ഒരു ജന്മം കൊണ്ട് പോലും എണ്ണി തിട്ടപ്പെടുത്താൻ ആവില്ല. പിന്നെ എങ്ങനെ പറയാൻ പറ്റും? ഭൂമിയിലെ മണൽത്തരികൾ വേണേ പല ജന്മം കൊണ്ട്, ഒത്തിരി ജന്മം കൊണ്ട് ചിലപ്പോ എണ്ണി തീർക്കാൻ പറ്റിയേക്കാം. അത്രയും പോലും ഇത് പറ്റില്ല. ക്വചിത് രജാംശി വിമമേ പാർത്ഥിവാന്യുജന്മഭി ഗുണകർമാഭിധാനാനി നമേ ജന്മാനി കർഹിച്ചിത്. ക്വചിത് രജാംശി വിമമേ പാർത്ഥിവാന്യുജന്മഭി ഗുണകർമാഭിധാനാനി നമേ ജന്മാനി കർഹിച്ചിത്. ക്വചിത് രജാംശി വിമമേ പാർത്ഥിവാന്യുജന്മഭി ഗുണകർമാഭിധാനാനി നമേ ജന്മാനി കർഹിച്ചിത്. കാലത്രയോപപന്നാനി ജന്മകർമാണി മേ നൃപാം അനുക്രമന്തോ നൈവന്തം ഗച്ഛന്തി പരമർഷയാം. കാലത്രയ ഉപപന്നാനി, 3 കാലങ്ങളിലും ഉപപന്നങ്ങളായ വന്നു ചേർന്നിരിക്കുന്ന ജന്മകർമാണി ജന്മകർമ്മങ്ങൾ മേ എന്റേത്, ഹേ നൃപ അല്ലയോ രാജാവേ. ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭവിഷ്യത് കാലത്തിലും കാലത്രയ ഉപപന്നാനി മേ ജന്മകർമാണി, അങ്ങനെയുള്ള എൻ്റെ ജന്മകർമ്മങ്ങൾ അനുക്രമന്ത, അനുക്രമിക്കാൻ, എണ്ണി അപ്പുറത്ത് കിടക്കാൻ, എണ്ണി തിട്ടപ്പെടുത്താൻ. അനുക്രമത എന്നുവെച്ചാൽ അനുക്രമിക്കുക എന്നർത്ഥം. അനുക്രമിച്ചാൽ നിശ്ചയപ്പെടുത്തുക എന്നർത്ഥം, എണ്ണി തിട്ടപ്പെടുത്തുക. താനു നേവ അന്തം ഗച്ഛതി പരമർഷയ, പരമർഷിമാർക്ക് പോലും അന്തം നയേവ ഗച്ഛതി, പരമർഷിമാർക്ക് പോലും എത്ര ശ്രമിച്ചാലും ഇതിന്റെ അന്തത്തിലേക്ക് എത്തുവാൻ കഴിയില്ല. ഇതാരാ പറയുന്നത് നോക്കണം, ഭഗവാനാണ് പറയുന്നത്. മുചുകുന്ദൻ ഭഗവാനിന്റെ ഒരു മേലാവസ്ഥയെ കുറിച്ച് അങ്ങ് ആരാണെന്ന് ചോദിച്ചു എന്നുള്ളൂ. അതിന് മുചുകുന്ദൻ എന്ന ഭക്തൻ കൊടുക്കുന്ന മറുപടിയാണ്, സാധാരണക്കാർക്കല്ല. അനുക്രമന്തോ നൈവാന്തം ഗച്ഛന്തി പരമർഷയ, പരമർഷിമാർക്ക് പോലും എൻ്റെ 3 കാലങ്ങളിലും സംഭവിച്ചിരിക്കുന്ന ജന്മകർമ്മങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി അവസാനമെത്താൻ ആവില്ല. ഉറപ്പാണല്ലേ രാജാവേ. കാലത്രയോപപന്നാനി ജന്മകർമാണി മേ നൃപാം അനുക്രമന്തോ നൈവാന്തം ഗച്ഛന്തി പരമർഷയാം. കാലത്രയോപപന്നാനി ജന്മകർമാണി മേ നൃപാം അനുക്രമന്തോ നൈവാന്തം ഗച്ഛന്തി പരമർഷയാം. തഥാപ്യദ്യതനാന്യംഗ ശൃണുഷ്വഗതോ മമ വിജ്ഞാപിതോ വിരിഞ്ചേന പുരാഹം ധർമ്മഗുപ്തേ ഭൂമിർഭാരായമാണാനാം അഫുരാണം ചക്ഷയായ ചാം അവതീർണോ യദുകുലേ ഗൃഹ ആനകദന്തുഭേ വദന്തി വാസുദേവേരി വസുദേവസുതം ഹിമാം. തഥാപി എന്നാലും അദ്യതനാനി അംഗ സംബോധനയാണ്. അല്ലയോ പൂജ്യനായ രാജാവ്, അദ്യതനം ഇന്നുള്ളത്. അദ്യതനാനി മമ എൻ്റെ ഇന്നുള്ള ജന്മകർമ്മങ്ങളും പേരും ഗതത ഞാൻ പറയാൻ പോകുന്നു. ശൃണുഷ്വ കേട്ടോളൂ. ഇതെനിക്ക് ഓർമ്മ പറയാം. ഇപ്പൊ ചോദ്യത്തിന്റെ ഉദ്ദേശ്യം ഇവിടേക്കാ വന്നേ. അങ്ങ് ആരാണെന്നാ ചോദിച്ചത്, ഇപ്പൊ ഈ നിൽക്കുന്ന ആളാരാന്നാ ചോദിച്ചത്. അത് പറയാം, ബാക്കിയൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്കിത് മാത്രമല്ല, എനിക്ക് പുറകോട്ടും ഇനി അങ്ങോട്ടും ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇതൊന്നും അനന്തൻ പോലും വിചാരിച്ചാൽ പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. തഥാപി എന്നാലും അദ്യതനാനി അംഗ തഥാപ്യദ്യതനാന്യംഗ തഥാപി അദ്യതനാനി അംഗ മമ ഗതോ ശൃണുഷ്വ
എന്റെ അദ്യതനങ്ങളായ ജന്മകർമ്മങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത് ശൃണുഷ്വ, കേട്ടോളൂ. വിജ്ഞാപിതോ വിരിഞ്ചേന, ബ്രഹ്മാവിന്റെ വിജ്ഞാപനം അനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. വിജ്ഞാപിതോ വിരിഞ്ചേന, വിജ്ഞാപിതനായതുകൊണ്ട് പുരാ അഹം, പണ്ട് ഞാൻ ധർമ്മഗുപ്തയെ, ധർമ്മത്തിന്റെ രക്ഷക്കായിക്കൊണ്ട്, ഗുപ്തി എന്ന് വെച്ചാൽ രക്ഷ, ധർമ്മഗുപ്തയെ ധർമ്മരക്ഷക്കായിക്കൊണ്ട് പുരാ പണ്ട് ഞാൻ ഭൂമേഹേ ഭാരായമാണാനാം അസുരാണാം ക്ഷയായ ച, ഭൂമേഹേ ഭൂമിയുടെ ഭാരായമാണാനാം അസുരാണാം ഭാരമായി തീർന്നിരിക്കുന്നവരായ അസുരന്മാരുടെ, ഭൂമിക്ക് ഭാരമായി തീർന്നിരിക്കുന്ന അസുരന്മാരുടെ ക്ഷയായ ച, ക്ഷയത്തിനായിക്കൊണ്ടും. എന്താണ് കർമ്മങ്ങൾ എന്ന് ചോദിച്ചാൽ ഭൂമിക്ക് ഭാരമുണ്ടാക്കുന്ന അസുരന്മാരെ ക്ഷയിപ്പിക്കലാണ് എന്റെ ജോലി. ഇതാര് തന്നാണ് ഈ ജോലി? ബ്രഹ്മാവ് പറഞ്ഞിട്ട് വന്നതാണ്. പണ്ട് ബ്രഹ്മാവ് എന്നോട് പറഞ്ഞു, ഭൂമിക്ക് ഭാരം കൂടുന്നു, ഒന്ന് ചെന്ന് കുറച്ച് ഭാരം കുറച്ച് വരുമെന്ന്. അങ്ങനെ ഞാൻ വന്ന ഇവിടേക്ക്. പണ്ട് പുരാ അഹം ധർമ്മഗുപ്തയെ, ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വിരിഞ്ചേന വിജ്ഞാപിതോ ഭൂമേഹേ ഭാരായമാണാനാം അസുരാണാം ക്ഷയായ ച, ഭാരായമാണന്മാരായ അസുരന്മാരെ ക്ഷയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവതീർണോ, അവതരിച്ചതാണ്. എവിടെയാണ്? യദുകുലെ, യാദവ കുലത്താണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അവിടെയാണ് എന്റെ ഗൃഹം. ആനകദന്തുഭേഹേ, ആനകദന്തുഭിയുടെ ഗൃഹത്തിലാണ് ഞാനിപ്പോൾ വളരുന്നത്. ആനകദന്തുഭേഹേ ഗൃഹേ യദുകുലേ അവതീർണ. ആനകദന്തുഭി വസുദേവരുടെ പേരാണ്. വസുദേവരുടെ ജനന സമയത്ത് ദേവന്മാർ ആനകം, ദുന്ദുഭി എന്ന 2 വാദ്യങ്ങൾ മുഴക്കി പോലും. ആ വാദ്യങ്ങൾ മുഴക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് ആനകദന്തുഭി എന്നൊരു പേരിട്ടതാണ്. വദന്തി വാസുദേവേതി, വസുദേവസുതം ഹിമ, വസുദേവപുത്രനായതുകൊണ്ട് എന്നെ വാസുദേവൻ എന്ന് വിളിക്കുന്നു. ഇപ്പോഴാണ് പേര് പറഞ്ഞത്. എന്റെ പേര് വാസുദേവൻ എന്നാണ്. യദുകുലത്തിലാണ് ജനിച്ചത്. വസുദേവരുടെ പുത്രനായിട്ടാണ് ജനിച്ചത്. ജോലി അസുരന്മാരെ കൊല്ലലാണ്. ബ്രഹ്മാവ് തന്ന ജോലിയാണ്, പണ്ട് തന്നതാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പോരെ എന്റെ കഥകൾ വിസ്തരിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? ആരാണെന്നുള്ള ചോദ്യത്തിന്റെ മറുപടി ഇപ്പോൾ. ഇതൊന്നും അറിയാൻ പറ്റില്ലെങ്കിൽ ഇപ്പോഴത്തെ എന്റെ കാര്യം ഞാൻ പറയാം, അതെനിക്കറിയാം. ഇപ്പോൾ ഞാൻ ജനിച്ചത് യാദവകുലത്തിൽ വസുദേവരുടെ പുത്രനായിട്ടാണ് ജനിച്ചത്. വസുദേവരുടെ പുത്രനായിട്ട് വാസുദേവൻ എന്നെനിക്ക് പേരായി. തഥാപ്യദ്യതനന്യംഗ ശൃണുഷ്വഗതോ മമാം വിജ്ഞാപിതോ വിരിഞ്ചേന പുരാഹം ധർമ്മഗുപ്തേ ഭൂമിർഭാരായമാണാനാം അസുരാണം ക്ഷയായ ചാം അവതീർണോ യദുകുലേ ഗൃഹേ ആനകദന്തുഭേ വദന്തി വാസുദേവേതി വസുദേവസുതം ഹിമാം. തഥാപ്യദ്യതനന്യംഗ ശൃണുഷ്വഗതോ മമ വിജ്ഞാപിതോ വിരിഞ്ചേന പുരാഹം ധർമ്മഗുപ്തയെ ഭൂമിർഭാരായമാണാനാം അസുരാണം ക്ഷയായ ചാം അവതീർണോ യദുകുലേ ഗൃഹ ആനകദന്തുഭേ വദന്തി വാസുദേവേതി വസുദേവസുതം ഹിമാം. തഥാപ്യദ്യതനന്യംഗ ശൃണുഷ്വഗതോ മമ വിരിഞ്ചേന പുരാഹം ധർമ്മഗുപ്തയെ ഭൂമിർഭാരായമാണാനാം അസുരാണം ക്ഷയായ ചാം അവതീർണോ യദുകുലേ ഗൃഹേ ആനകദന്തുഭേ വദന്തി വാസുദേവേതി വസുദേവസുതം ഹിമാം. കാലനേമർഹതകംസ പ്രളംബാദ്യാശ്ച മദ്വിഷ അയം ച യവനോ ദഗ്ധോ
രാജംസ്തേ തിക്മചക്ഷുഷാം. കാലനേമിയായ ഹംസഃ കതഃ. കാലനേമി ഹംസഃ ഹതഃ. കാലനേമിയായിരുന്ന കംസൻ ഇപ്പോൾ ഇതാ എന്നാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രലംബാദ്യാശ്ച, പ്രലംബ ആദികളായ മദ്ദുഷഃ, എന്റെ ശത്രുക്കൾ. മദ്ദുഷഃ, എന്റെ വിദ്വേഷികളായ പ്രലംബാദികളായ ആൾക്കാരും എന്നാൽ കൊല്ലപ്പെട്ടു. കംസനെ കൊന്നു, എന്റെ ശത്രുവായ കംസനെ കൊന്നു, എന്റെ ശത്രുക്കളായ കംസന്റെ അനുചരന്മാരായ പ്രലംബാദികളെ കൊന്നു. അയം ച യവനോ ദഗ്ധോ, ഈ യവനെ ഇപ്പൊ ഞാൻ കൊന്നു. സദ്വിഷാന്ന് കിടപ്പുണ്ടല്ലോ, ഏതാ? സദ്ദുഷാന്ന് കിടപ്പുണ്ടല്ലോ, സദ് ദുഷ. മദ്വിഷാണ്. അതെയോ? സദ്വിഷയം കുഴപ്പമില്ല, സത്തുക്കളെ കൊല്ലുന്നവൻ എന്നായിക്കോളും. സത്തുക്കളുടെ ഭജനങ്ങളുടെ വിദ്വേഷി എന്ന് പറയാം. അങ്ങനെ അർത്ഥം കുഴപ്പമില്ല അവിടെ. പക്ഷെ മദ്വിഷ എന്നുള്ള പാഠമായിരിക്കുന്നുണ്ട്. ശരി. അയം ച യവനോ ദഗ്ധോ, ഈ യവനും ദഹിച്ചിരിക്കുന്നു. രാജൻ തേ രാജംസ്തേ, ഹേ രാജാവേ, താങ്കളുടെ തിക്മചക്ഷുഷ, തീക്ഷ്ണമായ കണ്ണുകൊണ്ട്, താങ്കളുടെ ഉഗ്രമായ നോട്ടം കൊണ്ട് ഇപ്പൊ ഈ യവനും ദഹിച്ചിരിക്കുന്നു. ഈ യവന്മാരെ പോലെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ, എന്റെ ജോലി അതാ. ഞാൻ കൊല്ലാൻ വന്നപ്പോഴത്തേക്കും താങ്കളുടെ നോട്ടം കൊണ്ട് അവൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നന്നായി. ഇങ്ങനെ കുറെ ദുഷ്ടന്മാരെ കൊല്ലലാണ് എന്റെ ജോലി, അത്രേ ഉള്ളൂ, വേറൊരു പണിയില്ല. കാലനേമർഹതക്കം പ്രലംബാദ്യശ്ചമദ്വിഷ അയം ജയവനോ ദഗ്ധോ രാജംസ്തേ തിക്മചക്ഷുഷാം. കാലനേമർഹതക്കം പ്രലംബാദ്യശ്ചമദ്വിഷാം അയം ജയവനോ ദഗ്ധോ രാജംസ്തേ തിക്മചക്ഷുഷാം. സോഹം തവാനുഗ്രഹാർത്ഥം ഗുഹാമേതാമുപാഗതാം പ്രാർത്ഥിത പ്രചുരം പൂർവം ത്വയാഹം ഭക്തവത്സല. സോഹം, ആ ഞാൻ. ഇങ്ങനെ ശത്രുക്കളെ കൊല്ലാനായിട്ട് ആ ഫ്രണ്ട്മാരൊക്കെ കൊന്നു നടക്കുമ്പോ അന്ന് പറയാം, എന്നെ ഗുഹിക്കാത്തോട് കയറി വന്നേ, എന്റെ നോട്ടം കൊണ്ട് അവരും മരിച്ചു കഴിഞ്ഞല്ലോ. എന്തിനാണ് ഈ അവന്റെ പുറകെ ഈ ഗുഹയിൽ കയറി ഇപ്പോഴും നിൽക്കാൻ കാരണം എന്നാണെങ്കിൽ, ഫോഹം, അങ്ങനെയുള്ള ഞാൻ തവ അനുഗ്രഹാർത്ഥം, താങ്കളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. ദുർജനങ്ങളെ നിഗ്രഹിക്കുകയും സജ്ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് എന്റെ ജീവിത കൃത്യമാണ്. തവ അനുഗ്രഹാർത്ഥം, അങ്ങയെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഗുഹാം ഏതാം ഉപാഗത, ഈ ഗുഹയിലേക്ക് വന്നതാണ്. ചോദിച്ച അപരിചിതനോട് പറഞ്ഞു, താങ്കളെ അനുഗ്രഹിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്. അയാൾക്ക് അത്ഭുതമായിപ്പോയി. എന്നെ അനുഗ്രഹിക്കാൻ ഒരാൾ വരികയോ? ഗുഹാമേതാം ഉപാഗത തവ അനുഗ്രഹാർത്ഥം. അത് ഞാൻ ചോദിച്ചില്ലല്ലോ. പ്രാർത്ഥിത പൂർവം ത്വയാഹം, മുമ്പൊരിക്കലും എന്നോട് പ്രാർത്ഥിച്ചായിരുന്നു. എന്റെ മനുഷ്യരിപ്പുണ്ട്, അവിടെ ഞാൻ വന്നേ, ചോദിക്കാതല്ല വന്നേ. ഒരാൾക്ക് അനുഗ്രഹം വേണമെങ്കിൽ ചോദിക്കുമ്പോഴല്ലേ കൊടുക്കുള്ളൂ. ചുമ്മാ വഴി പോകുന്നവരൊക്കെ ഇഞ്ഞൊരു അനുഗ്രഹിച്ചേക്കാമെന്ന് ആരും പറയാറില്ലല്ലോ. അപ്പൊ പ്രാർത്ഥിത എന്താ, പ്രചുരം വെച്ചാൽ വളരെ കൂടുതൽ, ഏറ്റവും അധികം. പൂർവം, മുമ്പ്. ത്വയാ അഹം, നിന്നാൽ ഞാൻ പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നു. ഭക്തവത്സല അഹം, എന്റെ വിശേഷണം, ഞാൻ ഭക്തവത്സലനാണ്, ഭക്തന്മാരുടെ വാത്സല്യമുള്ളവനാണ്. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും അപേക്ഷിച്ച് അർത്ഥിച്ചാൽ ഭക്തന്മാരായതും ഞാൻ അവർക്കത് കൊടുക്കും, മറക്കില്ല. കുറെ കാലം മുമ്പ് അങ്ങ് ചോദിച്ചതോ. പക്ഷെ അങ്ങ് ഭക്തനായതുകൊണ്ട്, അവരോട് വാത്സല്യമുള്ളത് കൊണ്ട്
ഞാൻ മറക്കാതെ അങ്ങേ അനുഗ്രഹിക്കാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നാണ്. ഈശ്വര എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഭക്തദാസ് നമ്മളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മുച്ചുകുന്ദൻ മുമ്പൊരിക്കൽ ഇങ്ങനെ പൂർവ്വജന്മത്തിലാണ്, ഈ ജന്മത്തിൽ പോലും അല്ല, ഭഗവാന്റെ ദർശനം ഉണ്ടാകണമേ എന്ന് അന്ന് ഭക്തനായി പ്രാർത്ഥിച്ചിരുന്നു. ഭക്തവത്സലനായി ഞാൻ അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നതും. കഴിഞ്ഞ ജന്മാന്തരങ്ങളൊക്കെ ഇങ്ങനെ കുറെ ആൾക്കാർ പ്രാർത്ഥിച്ചവർക്കൊക്കെ വേണ്ടതൊക്കെ കൊടുത്തിട്ടാ വരിക. ഇനി ഈ ജംഗ്ഷനിൽ വെച്ച് കണ്ടുമുട്ടിയത് താങ്കളെയാണ്. താങ്കൾക്ക് അനുഗ്രഹം തരണം, അതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇത്ര ഭംഗിയായിട്ടാണ് താൻ ആരാണ്, ജോലി എന്താണ്, എവിടെ ജനിച്ചു എന്നുള്ളതിന് മറുപടി അത് കൃഷ്ണൻ തന്നെ പറയാണ്. മറ്റാളെ കൊണ്ട് പറയിക്കില്ല, കൃഷ്ണൻ തന്നെ നേരിട്ട് പറയാണ് മുച്ചുകുന്ദനോട്. ഫോഹം തവാനുഗ്രഹാർത്ഥം ഗുഹാമേതാമുപാഗതാം പ്രാർത്ഥിത പ്രചുരം പൂർവം ത്വയാഹം ഭക്തവത്സലാം. ഫോഹം തവാനുഗ്രഹാർത്ഥം ഗുഹാമേതാമുപാഗതാം പ്രാർത്ഥിത പ്രചുരം പൂർവം ത്വയാഹം ഭക്തവത്സലാം. വരാൻ മൃണീഷ്വരാജർഷേ സർവാൻ കാമൻ ദദാമി തേ മാം പ്രപന്നോ ജന കശ്ചൻ ന ഭൂയോ അർഹതി ശോചിതും. വരാൻ മൃണീഷ്വരാജർഷേ, ഹേ രാജർഷേ വരം വരിച്ചുള്ളൂ. സർവാൻ കാമാൻ ദദാമി തേ, എല്ലാ കാമങ്ങളും ഞാൻ തരാം, എന്നിട്ട് വേണ്ട അനുഗ്രഹിക്കാൻ. സമസ്ത കാമനകളും ആഗ്രഹങ്ങളും ഇപ്പൊ ചോദിച്ചോളൂ, ഞാൻ തരാം. സർവാൻ കാമാൻ തേ ദദാമി, എല്ലാ കാമങ്ങളും ഞാൻ നിനക്ക് തരുന്നു. ഇഷ്ടപ്പെട്ട വരങ്ങൾ എന്തൊക്കെ വേണമെങ്കിൽ ചോദിച്ചോളൂ, അതൊക്കെ ഞാനിപ്പോ തരികയാണ്. മാം പ്രപന്നോ ജന, എന്നെ പ്രാപിച്ച ഒരാൾ, കശ്ചിത് ഒരുവൻ പോലും, ന ഭൂയോ അർഹതി ശോചിത്, വീണ്ടും ദുഃഖിക്കാൻ ഇടയാവരുത്. എന്നെ പ്രാപിച്ച ഒരാൾ, എന്നെ ആശ്രയിക്കുന്ന ഒരാൾ ഈ ലോക ജീവിതത്തിൽ ഒരു ദിവസം പോലും കഷ്ടപ്പെടാനിടയാവരുത്. അതെന്റെ ദൃഢവ്രതമാണ്. താങ്കൾക്ക് വരവൊന്നും വേണ്ടെങ്കിൽ പോലും എന്നെ ആശ്രയിച്ച് അപേക്ഷിച്ചത് കൊണ്ട് എല്ലാ ഇഷ്ടങ്ങളും കാമങ്ങളും സാധിച്ചു തരേണ്ടത് എന്റെ കടമയാണ്. താൻ ആരാണെന്ന് മുച്ചുകുന്ദനോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ വാസുദേവ ഭക്തനാണ്, ഭഗവത് ഭക്തനാണ് എന്ന് പറയുകയും ഒരു നേരത്തെ ഉപജീവനത്തിന് വേണ്ടി ഏതെങ്കിലും വീടുകളിൽ ചെന്ന് യാചിച്ച് കഴിക്കുകയും ചെയ്താൽ ഇതിപ്പോ ആക്ഷേപം എനിക്കുണ്ടാവാനില്ല. നമ്മെ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ ഒരിക്കലും ഒരിടത്തും നശിക്കാൻ ഇടയാവില്ല. അവനെ സംരക്ഷിക്കൽ എന്റെ കടമയാണ്. എന്നെ ആശ്രയിച്ച ഒരാൾക്ക് പിന്നെ വേറെ ഒരാളെ ആശ്രയിക്കുന്ന ഇടവരരുത്. നമാം പ്രപന്നോജന കശ്ചിത് ന ഭൂയോ അർഹതി ശോചിതും. എന്നെ ആശ്രയിച്ച് കഴിയുന്ന ഒരാൾക്ക് ഭൂയഹ ശോചിതും അർഹതി, വീണ്ടും ദുഃഖിക്കാൻ അവകാശമില്ല. അവർ ദുഃഖിക്കരുത്. അവരുടെ ദുഃഖങ്ങൾ മാറ്റിക്കൊടുക്കൽ എന്നെ കടമയാണ്. അതുകൊണ്ടാണ് മുചുകുന്ദ ഞാനിപ്പോ ഗുഹയിലേക്കൊക്കെ എന്താ കടന്നു വരാൻ കാരണം. എന്നെ കൊല്ലാൻ വേണ്ടി വന്നല്ല, അത് അങ്ങേ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയാം. എന്നാ അത് കഴിഞ്ഞ് ഞാനങ്ങ് പോയാൽ പോരല്ലോ. അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ എന്നോട് ചോദിച്ചത് ഞാൻ തരണം എന്ന് മാത്രമല്ല, അങ്ങേക്ക് ഈ ലോക ജീവിതത്തിൽ ആയുസ് തീരുന്നിടം വരെ ജീവിക്കണമെങ്കിൽ, സുഖമായി കഴിയാൻ, ഒരു ദുഃഖവും ബാധിക്കാതിരിക്കാനുള്ള അനുഗ്രഹങ്ങളും വരങ്ങളും ഞാൻ തരണം. എന്റെ സേവകന്മാർ കഷ്ടപ്പെടുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കില്ല. മേൽപ്പത്തൂർ നാരായണീയത്തിൽ 3-ാം ദശകത്തിൽ പറയും, എന്താണ്, ഗുരുവായൂരപ്പന്റെ ഭക്തൻ അവിടെ കിടന്ന് ഒരാശ്രയമില്ലാതെ ഗതി കിട്ടാതെ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങേക്കേ ഉള്ളൂ. എന്നതുപോലെ
ഈ ആക്ഷേപം എനിക്കാണ് ഉണ്ടാവുക. എൻ്റെ ഭക്തൻ ഒരിക്കലും ഒരിടത്തും നശിക്കരുത്. അവർക്ക് വേണ്ടത് കൊടുക്കാറുള്ളത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് വരം തരാൻ വന്നതാണ്. ഇഷ്ടപ്പെട്ട കാമങ്ങളെല്ലാം ചോദിച്ചോളൂ, വരമായി തരികയാണ്. വരാൻ വൃണേശ്വരാജർഷേ സർവാൻ കാമാൻ ദദാമിതേ മാം പ്രപന്നോ ജന കശ്ചൻ ന ഭൂയോ ഋഹദിശോചിതും. വരാൻ വൃണേശ്വരാജർഷേ സർവാൻ കാമാൻ ദദാമിതേ മാം പ്രപന്നോ ജന കശ്ചൻ ന ഭൂയോ ഋഹദിശോചിതും. വരാൻ വൃണേശ്വരാജർഷേ സർവാൻ കാമാൻ ദദാമിതേ മാം പ്രപന്നോ ജന കശ്ചൻ ന ഭൂയോ ഋഹദിശോചിതും. ഇത്രയാണ് ഭഗവാന്റെ ഒരു പരിചയപ്പെടുത്തൽ. ആരാണ്, എന്താണ്, എന്തിനാണ്, എന്താണ് ജോലി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് വ്യക്തമായിട്ട് ഉത്തരം കൊടുത്തു കഴിഞ്ഞു. ഇനിയും ശുഗബ്രഹ്മർഷി ബാക്കി കഥ പറയാം. ഇത്യുക്തസ്തം പ്രണമ്യാഹ മുചുകുന്ദോ മുദാന്വിത ജ്ഞാത്വാ നാരായണം ദേവം ഗർഗവാക്യമനുസ്മരൻ. ഇത്യുക്ത ഇങ്ങനെ പറയപ്പെട്ടവനായ തം അവനെ, ഭഗവാനെ, പ്രണമ്യ ആഹ നമസ്കരിച്ചിട്ട് പറഞ്ഞു. പ്രണമ്യാഹ ഇത്യുക്ത തം പ്രണമ്യ ആഹ ഇങ്ങനെ പറയപ്പെട്ടവനായ അവനെ പ്രണമിച്ചിട്ട് ആഹ മുചുകുന്ദോ മുചുകുന്ദൻ പറഞ്ഞു മുദാന്വിത സന്തോഷം കൊണ്ട് നിറഞ്ഞവനായി. നോക്കൂ, ആ ഗുഹയിൽ കിടന്ന് ഉറങ്ങിയതാ. ഉറക്കം പകുതി പോലും ആയിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് ഈ സംഭവങ്ങളൊക്കെ. ഇതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. താൻ ചിരകാലമായി പ്രാർത്ഥിക്കുന്ന ഭഗവാൻ ഗുഹയിൽ വരുമെന്നോ, വന്നാൽ തന്നെ കാണുമെന്നോ, കണ്ടാൽ തനിക്ക് വരം തരുമെന്നോ ഒന്നും വിചാരിച്ചല്ല. മുദാന്വിത സന്തോഷം കൊണ്ട് നിറഞ്ഞവനായി തീർന്നിട്ട് ജ്ഞാത്വ നാരായണം ദേവം, ഈ മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ നാരായണദേവനാണെന്ന് അറിഞ്ഞിട്ട് ഗർഗവാക്യമനുസ്മരൻ, ഗർഗൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മിച്ചു. പണ്ട് ഗർഗ മഹർഷിയെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ താങ്കൾ കുറെ കാലം ഭജിച്ച ആ സാക്ഷാൽ ഭഗവാൻ ഈ ദ്വാപരയുഗത്തിൽ യദുവംശത്തിൽ വസുദേവപുത്രനായിട്ട് ജനിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോഴതൊക്കെ ശരിയായിരുന്നത്. ഗർഗവാക്യം അനുസ്മരൻ നാരായണം ദേവം ജ്ഞാത്വ അറിഞ്ഞിട്ട് നമസ്കരിച്ച് ഭക്തിപൂർവ്വം വിനയാന്വിതനായി അങ്ങോട്ട് പറയാൻ തുടങ്ങിയത്. ഇനി മുചുകുന്ദന്റെ വാക്കുകളാണ്. ഇത്യുക്തസ്തം പ്രണമ്യാഹ മുചുകുന്ദോ മുദാന്വിത ജ്ഞാത്വാ നാരായണം ദേവം ഗർഗവാക്യമനുസ്മരൻ. ഇത്യുക്തസ്തം പ്രണമ്യാഹ മുചുകുന്ദോ മുദാന്വിത ജ്ഞാത്വാ നാരായണം ദേവം ഗർഗവാക്യമനുസ്മരൻ. മുചുകുന്ദ ഉവാച. ഈ പറഞ്ഞുകൊണ്ട് മുചുകുന്ദന്റെ വാക്കുകളാണ്. വിമോഹിതോയം ജനൈശമായയാ ത്വദീയയാ ത്വാം ന ഭജത്യനർത്ഥദൃക് സുഖായ ദുഃഖപ്രഭവേഷു സജ്ജതേ ഗൃഹേഷു യോഷിത് പുരുഷശ്ച വഞ്ചിതാം. വിമോഹിതോയം ജന ഈശ മായ. ഹേ ഈശ, അല്ലയോ ജഗദീശ്വര, മായയാ മായ കൊണ്ട് അയം ജന ഈ ഉള്ളവൻ വിമോഹിത മോഹിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാ തിരിച്ചറിയാൻ മേലുണ്ടായേ. തിരിച്ചറിയാൻ പറ്റാതെ പോയത് പശ്ചാത്താപം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മായ കൊണ്ട് മോഹിതനായതുകൊണ്ടാണ്. വിമോഹിതോയും ജനീശമായ ത്വദീയയാ മായ, അങ്ങയുടെ മായ കൊണ്ട് തന്നെയാണ് ഞാൻ മോഹിക്കപ്പെട്ടത്. ത്വാം ന ഭജതി അനർത്ഥദൃക്. ത്വാം ന ഭജതി, അങ്ങേ ന ഭജതി ഭജിക്കുന്നില്ല. അനർത്ഥദൃക്, അനർത്ഥം കാണുന്നവനായ ഞാൻ.
അനർത്ഥദൃക്കായ ഞാൻ ത്വാം ന ഭജതി, അങ്ങയെ ഭജിക്കുന്നില്ല. കാരണം ഞാൻ എവിടെ നോക്കിയാലും അനർത്ഥം മാത്രമേ കാണാനുള്ളൂ. എന്നല്ല, കാണുന്നതിനൊക്കെ ഞാൻ അനർത്ഥമായിട്ട് കണ്ടുകൊണ്ടേയിരുന്നു. ചില മനുഷ്യരുടെ, അല്ല അധികം മനുഷ്യരുടെ പ്രധാനപ്പെട്ട സ്വഭാവം അതാണ്. അനർത്ഥം മാത്രമേ കാണുകയുള്ളൂ, അർത്ഥങ്ങളൊന്നും കാണില്ല. എവിടെയെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കും, ഗുണമുണ്ടെങ്കിൽ കാണത്തുമില്ല, കർണാവിട്ട് പറയുകയില്ല. ചെറിയ ദോഷങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ദോഷൈക ദൃക്കുകളായി അനർത്ഥത്തെ മാത്രം കണ്ടെത്തും, അർത്ഥങ്ങളെ മാത്രം കണ്ടെത്താറില്ല, അഥവാ കണ്ടാൽ മിണ്ടാറില്ല. അതുകൊണ്ട് അനർത്ഥദൃക്കായ ഞാൻ ത്വാം ന ഭജതി, അങ്ങെ ഇപ്പൊ ഭജിച്ചില്ലല്ലോ. ഞാൻ ഉറക്കം തന്നെയായിരുന്നു കുറെ കാലം. അതിനുമ്പ് ദേവാദികളെ സഹായിക്കാൻ പോയി, അത്രേ ഉള്ളൂ. അങ്ങനെ അനർത്ഥദൃക്കായി ഞാൻ ത്വാം ന ഭജതി, അങ്ങയെ ഭജിച്ചില്ല. സുഖായ ദുഃഖപ്രഭവേഷു സജ്ജത്തെ, ദുഃഖപ്രഭവേഷു സുഖായ, ദുഃഖത്തെ ഉണ്ടാക്കി തരുന്ന, ദുഃഖത്തിന്റെ പ്രഭവങ്ങളുള്ള സുഖായ, സുഖത്തിനായിക്കൊണ്ട് സജ്ജത്തെ, സജ്ജമായി, ആസക്തനായി തീർന്നു ഞാൻ. സുഖത്തിന് വേണ്ടി ആസക്തനായി, സുഖമന്വേഷിച്ചിങ്ങനെ നടക്കുകയായിരുന്നു. പക്ഷെ ഞാൻ കണ്ടെത്തിയ സകല സുഖവും ദുഃഖത്തിന്റെ പ്രഭവമാണ്. അതെനിക്ക് മനസ്സിലായില്ല. ദുഃഖത്തിന്റെ പ്രഭവമായ ആ സുഖത്തെ അന്വേഷിച്ച് ഞാനിങ്ങനെ നടന്നു. എവിടൊക്കെ? ഗൃഹേഷു, വീടുക തോറും. ഇവിടെയായിരിക്കും സുഖം, ഇവിടെയായിരിക്കും സുഖം എന്ന് വിചാരിച്ച് വീടുക തോറും യോഷിത് പുരുഷശ്ച വഞ്ചിത, യോഷിത്ത് സ്ത്രീ, എന്താ പുരുഷൻ എന്നിങ്ങനെ ഓരോരോ സുഖാസക്തരായി, സ്ത്രീകളിൽ സുഖം കിട്ടും, പുരുഷന്മാരിൽ സുഖം കിട്ടും, പത്നിയിൽ സുഖം കിട്ടും, പുത്രനെ കൊണ്ട് സുഖം കിട്ടും എന്നിങ്ങനെ സുഖസ്ഥാനങ്ങളല്ലാത്ത ഈ വക വിഷയങ്ങളിൽ സുഖമുണ്ടാകുമെന്ന് കരുതി ദുഃഖസ്ഥാനങ്ങളായ ഈ വിഷയങ്ങളിൽ ആസക്തി ഉള്ളവനായി തീർന്നിരിക്കുന്നു ഞാൻ. നമ്മൾക്ക് വേണ്ടി മുരുകുന്ദൻ പറയാണെന്ന് തോന്നുന്നു. നമ്മുടെ അനുഭവത്തെ അതേപോലെയാണ് മുരുകുന്ദൻ വർണ്ണിച്ചത്. ഭക്തിയും തത്വവും ഒക്കെ അറിയാം, പക്ഷെ അങ്ങയുടെ മായ കൊണ്ട് പലപ്പോഴും മോഹിതരായി പോവുകയാണ്. ഈ കേൾക്കുന്ന സമയം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. കേൾക്കുമ്പോൾ തോന്നുന്നൊക്കെ ശരിയാണ്, കൊള്ളാം, നന്നായി എന്ന്. അതോടെ ഇതെല്ലാം മറക്കും. എന്തുകൊണ്ടാണ്? മായ കൊണ്ട്. മായയിൽ മോഹിതരാണെന്നുള്ളത് കൊണ്ട്. മായ വിമോഹിതോ അയം ജനഃ ത്വദീയയാ, അങ്ങയുടേതായ മായ കൊണ്ട് മോഹിതരായ ഈയുള്ളവൻ അനർത്ഥദൃക്ക് ത്വാം ന ഭജതി, അനർത്ഥദൃക്കായതുകൊണ്ട് അങ്ങയെ ഭജിച്ചില്ല, ആശ്രയിച്ചില്ല. ജീവിതത്തിൽ അനർത്ഥം മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് നടന്നു. ദുഃഖപ്രഭവങ്ങളായ വിഷയങ്ങളിൽ സുഖമാണെന്ന് കണ്ട് വീടുകള്, യോഷിത്തുകള്, പുരുഷന്മാര് ഇവരാൽ വഞ്ചിക്കപ്പെട്ടവനായി തീർന്നിരിക്കുന്നു ഞാൻ. അവരിൽ ആസക്തരായി, പക്ഷെ വഞ്ചിച്ചു. വഞ്ചിച്ച സുഖം വിചാരിച്ചാൽ ചെല്ലുന്നേ. കിട്ടിയ അവസാനം എന്തായി? ദുഃഖമായി. അതിനുപേര് വഞ്ചിക്കലിനല്ലേ. ഒന്ന് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അത് കൊടുക്കാതെ വിട്ടാൽ എന്താണ്? വഞ്ചനയാണ്. ഇതാരും പറഞ്ഞല്ല, ഞാൻ തന്നെ കിട്ടും വിചാരിച്ചു പോവാണ്. വീട്ടിൽ ചെന്നാൽ സുഖമാണ്, പത്നിയുടെ അടുക്കൽ ഇരുന്നാൽ സുഖമാണ്,
പുത്രന്മാരെ കൊണ്ട് സുഖമാണ് എന്നൊക്കെ വിചാരിച്ച് ചെല്ലും. അതൊക്കെ ദുഃഖത്തിൽ കലാശിച്ച് മടങ്ങിപ്പോരേണ്ടി വരും. നിത്യേന അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അനർത്ഥദുഃഖായ ഞാൻ അങ്ങയെ ഭജിക്കാൻ പറ്റിയില്ല. ഭൗതിക വിഷയങ്ങളായ വീടും കളത്രവും സന്താനങ്ങളും ധനവും ഒക്കെ എന്നെ വഞ്ചിച്ചു. അവിടെ ഒന്നും സുഖം കിട്ടില്ല അതെനിക്ക് ഉറപ്പായി. കിട്ടും എന്ന് വിചാരിച്ചാണ് ഈ വഴിയൊക്കെ തിരിഞ്ഞു പോയത്. ഒരു ജോലി കിട്ടിയാൽ സുഖമായി എന്ന് വിചാരിച്ചു. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ദുഃഖമുള്ള കാര്യം ലോകത്തിൽ വേറെ ഇല്ലാതെ. എന്തുമാത്രം കഷ്ടതകൾ അനുഭവിക്കാം. കാശ് കിട്ടിയാൽ സുഖമാവെന്ന് വിചാരിക്കുന്നു. ശമ്പളം കിട്ടിക്കുമ്പോൾ അറിയാം എൻ്റെ കഷ്ടപ്പാട്. ഈശ്വര ഇതൊക്കെ ഒന്ന് വിഭാഗിച്ച് ഭാഗപ്പെടുത്തി തീർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖം, ദുരിതം ചിതറിയല്ല. വിവാഹം കഴിച്ചാൽ സുഖമാകുമെന്ന് വിചാരിച്ചു. സുഖമാണ്, തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇത്തിരി കഴിയുമ്പോൾ ആ സുഖമെന്ന് വിചാരിച്ച വസ്തു എൻ്റെ ശത്രുവായിട്ട് തന്നെ ഇരിക്കും. പുത്രന്മാരുണ്ടായാലോ ഇനി അവരെ കൊണ്ടായിരിക്കും സുഖം അനുഭവിക്കാൻ പോകുന്നത് വിചാരിക്കും. പക്ഷെ ഓരോ പുത്രന്മാരെ കൊണ്ടും അനുഭവിക്കുന്ന ദുഃഖമായിരിക്കും. ഇതല്ലേ നിത്യജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദുഃഖപ്രഭവേഷു സുഖായ. ദുഃഖപ്രഭവങ്ങൾ സുഖത്തിനായിക്കൊണ്ട് ഞാൻ ഗൃഹേഷു യോഷിൽ പുരുഷശ്ച വഞ്ചിത, വഞ്ചിക്കപ്പെട്ടവനായിട്ട് സജ്ജതേ, അവരിലൊക്കെ ആസക്തനായിട്ട്. എന്നിട്ടും അവരുടെ ആസക്തി വിടുന്നില്ല. വീടിനോട് ആസക്തി, ജോലിയോട് ആസക്തി, ധനത്തോട് ആസക്തി, പത്നിയോടും അതുപോലെ പതിയോടും ആസക്തി, പുത്രന്മാരുടെ ആസക്തി, എന്നെ ഇല്ലാത്ത. എൻ്റെ ഒരു അവസ്ഥ ഇതാണെന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒരു തനി പകർപ്പ് വരച്ചു കാണിച്ചത് മുചുകുന്ദനാണ്. വിമോഹിതോയം ജനൈഷമായയാം ത്വദീയാ ത്വം ന ഭജത്യനർത്ഥദൃക് സുഖായ ദുഃഖപ്രഭവേഷു ഭജ്യതേ ഗൃഹേഷു യോഷിത് പുരുഷശ്ച വഞ്ചിതം. വിമോഹിതോയം ജനൈഷമായയാം ത്വദീയാ ത്വം ന ഭജത്യനർത്ഥദൃക് സുഖായ ദുഃഖപ്രഭവേഷു ഭജ്യതേ ഗൃഹേഷു യോഷിത് പുരുഷശ്ച വഞ്ചിതം. വിമോഹിതോയം ജനൈഷമായയാം ത്വദീയാ ത്വം ന ഭജത്യനർത്ഥദൃക് സുഖായ ദുഃഖപ്രഭവേഷു ഭജ്യതേ ഗൃഹേഷു യോഷിത് പുരുഷശ്ച വഞ്ചിതം. ലബ്ധ്വാ ജനോ ദുർലഭമത്ര മാനുഷം കഥഞ്ചിദഭ്യുംഗമയത്നതോ അനഘാം പാദാരവിന്ദം ന ഭജത്യസന്മദൻ ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു. ലബ്ധ്വാ ജനോ ദുർലഭം അത്ര മാനുഷം. ജന മനുഷ്യർക്ക് അത്ര ഇവിടെ ദുർലഭം മാനുഷം ജന്മ ലബ്ധ്വ, ദുർലഭമായ മനുഷ്യജന്മം ലഭിച്ചിട്ട്. ഒരു മനുഷ്യനായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുലഭമല്ല. പല പല ജന്മം കഴിഞ്ഞു നേടി മനോജ്ഞമാമി മാനുഷജന്മം എന്ന് പൂന്താനം പാടും. ഉറുമ്പായിട്ട്, ഈച്ചയായിട്ട്, പുഴുവായിട്ട്, പക്ഷിയായിട്ട്, പിന്നെന്താ അവിടെ മൃഗങ്ങളായിട്ട്, വൃക്ഷങ്ങളായിട്ട്, ഇങ്ങനെ എത്ര 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 ജന്മം കഴിയുമ്പോഴാണ് ആ റൊട്ടേഷൻ മനുഷ്യനുണ്ടായത്. ആ ജന്മത്തിൽ സഫലീകരണം ഉണ്ടായില്ലെങ്കിൽ വീണ്ടും പഴയ പടിക്കിറങ്ങിച്ചു. എത്ര കാലം കൊണ്ടായിരുന്നു മനുഷ്യജന്മം കിട്ടുക? ദുർലഭം അത്ര മാനുഷം ലബ്ധ്വ. ഇവിടെ ദുർലഭമായ, കിട്ടാൻ വിഷമമുള്ള മനുഷ്യജന്മത്തെ കിട്ടിയിട്ട് കഥഞ്ചിത് അവ്യംഗം അയത്നതോ അനഘ. അനഘ സംബോധനയാണ്. പാപമില്ലാത്തവനെ ഹേ ഭഗവൻ. കഥഞ്ചിത് എങ്ങനെയൊക്കെയോ, അവ്യംഗം അയത്നതഃ. അവ്യംഗം വികലമല്ലാത്ത, സമ്പൂർണമായ, വ്യംഗമാവാത്തത്.
സമ്പൂർണമായ അവയവങ്ങളോട് കൂടിയ കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, ത്വക്ക്, ശിരസ്, ഈ അവയവങ്ങൾക്കൊന്നും ഒരു കേടുപാടും പരുക്കും ഇതുവരെ ഇല്ല. ഇതില്ലാതെ കിട്ടിയതാണ് ഈ ജന്മം. അയത്നതോഹു, ഇതിനുവേണ്ടി ഒരു പ്രയത്നവും ചെയ്തില്ല. ഈ മനുഷ്യജന്മം കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാട് സഹിച്ചോ ഒന്നും അറിയില്ല. അയത്നത അവ്യംഗം മാനുഷം ദുർലഭം ജന്മ ലബ്ധ്വാ കഥഞ്ചിത്. കഷ്ടപ്പെട്ട് കിട്ടുക. കഷ്ടപ്പെട്ട എവിടെയാണ്? ഇനുമുള്ള ജന്മാന്തരങ്ങളിൽ. അങ്ങനെ ജന്മാന്തരങ്ങൾ കഷ്ടപ്പെട്ട് സമ്പൂർണമായ ഒരു പ്രയത്നമില്ലാതെ കിട്ടിയതാണ് ഈ മനുഷ്യജന്മം. പാദാരവിന്ദെന്ന ഭജതി അസന്മതി. എന്നിട്ട് ഞാൻ ഈ ജന്മം തന്ന അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചില്ല. പാദാരവിന്ദം ന ഭജതി. എന്താ കാരണം? അസന്മതി. സന്മതിയല്ല, അസന്മതിയാണ്. സത്തായ മതിയോട് കൂടാത്തവനാണ് അസന്മതി. സത്തായ വിഷയങ്ങളിലൊന്നും എനിക്ക് മതിയില്ല. എന്റെ മതി മുഴുവൻ അസത്തായ വിഷയങ്ങളാണ്. സത്തിലേക്ക് ഞാൻ പോകില്ല, അസത്തിലേക്കാണ് തിരിഞ്ഞു പോവുക. ഒരുപക്ഷെ അറിയാതെ ആയിരിക്കും. ചെന്നുപെടുന്നൊക്കെ അസത്തുകൾ തന്നെയാണ്. അസന്മതിയായിരിക്കുന്ന ഞാൻ പാദാരവിന്ദം ന ഭജതി, അങ്ങയുടെ പാദാരവിന്ദത്തെ ഭജിച്ചില്ല. തന്നെയുമല്ല, ഗൃഹാന്തകൂപേ പതിതു. വീടാകുന്ന ഈ പൊട്ടക്കിണറ്റിൽ വീട് കിടക്കുകയാണ്. ഗൃഹ അന്ധകൂപേ. അന്ധകൂപം പൊട്ടക്കിണറാണ്. വെള്ളമില്ല. വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചാ വീണത്. പക്ഷെ അതിനകത്ത് വെള്ളമില്ല. മേലോട്ട് കയറാൻ നിർവാഹമില്ല. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ഈ വീടെന്ന പൊട്ടക്കിണറ്റിൽ അകപ്പെട്ട് കിടക്കുകയാണ്. അതിൽ നിന്ന് കരകയറണം വിചാരിക്കുമ്പോൾ പറ്റില്ല. കഷ്ടിച്ച് 3-4 ചുവട് മുകളിലോട്ട് കയറാമെന്ന് വിചാരിച്ചു പിന്നെന്താ? അല്ലെങ്കിൽ വീട്, കുടുംബം, സ്വത്ത്, സമ്പത്ത്, ധനം, ഭാര്യ, പുത്രന്മാർ, ബന്ധുക്കൾ, ഇവരൊക്കെ താഴോട്ടിരിക്കും. പിന്നെയും വീട്ടിൽ തുറച്ചിടും. എന്നാ ഇനി അതും കൂടെ കഴിഞ്ഞു പോവാം, അതും കൂടെ കഴിഞ്ഞു പോവാം. പിന്നെ എന്താ കഴിയാത്തെ? ഒന്നും കഴിയില്ല. ഇതിങ്ങനെ നിരന്തരമായും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ അന്ധകാരകൂപത്തിൽ കിടന്നു. എന്താ? ഗൃഹാന്ധകൂപേ പതിതോ, വീണുപോയി. യഥാ പശു, ഒരു മൃഗത്തെ പോലായി. ഒരു മൃഗം അന്ധകാരകൂപത്തിൽ വീണാൽ അവിടെ കിടക്കുകയല്ലാണ്, കരകയറ്റാൻ ആരും പോവില്ല. അവിടെ കിടക്കുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഞാൻ അന്ധകാരകൂപത്തിൽ കിടന്ന് അസന്മതികളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ പാതാരവിന്ദത്തെ ഭജിച്ചില്ലല്ലോ. എന്നിട്ടും അങ്ങനെ അനുഗ്രഹിക്കാൻ എൻ്റെ മുമ്പിൽ നേരിട്ട് വന്നുവല്ലോ. മുചുകുന്ദൻ അത്ഭുതമാണ്. ഇങ്ങനെ ഒരാൾ ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ജന്മാന്തരങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ യാദൃച്ഛികമായും ഉറക്കത്തിനുണ്ടെങ്കിൽ എഴുന്നേറ്റ് നോക്കി കണ്ണു തുറന്ന് ഒരാളെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇതാ മുമ്പിൽ നിൽക്കുന്നു. ആ മുചുകുന്ദന്റെ സംഭ്രമം, അത്ഭുതം, വിനയം, ഭക്തി, എന്തൊക്കെയാ അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റുന്നത്? ഇതേപോലെ മനുഷ്യന്റെ ആ തനിപ്പകർപ്പായ ഒരു കഥാപാത്രമാണ് നമുക്ക് ഭാഗവതത്തിൽ മുചുകുന്ദനെ കൂടി കിട്ടാൻ പോകുന്നത്. ഗൃഹാന്ധകൂപേ പതിതോ യഥാ പശു. എന്റെ ജന്മം ഞാൻ വിഫലമായി കഴിക്കുകയാണ്. പശുക്കൾ പുല്ല് തന്നു ഇങ്ങനെ ആർത്തരായിട്ട് വരുമ്പോൾ പൊട്ടക്കണ്ടിൽ അറിയാ വീണുപോകുന്നതാണ്. അങ്ങനെ ഞാനും വീണുപോയത് അതിനകത്ത്. സുഖമാണെന്നൊക്കെ കരുതി വന്നതാണ്.
ഹോ ഹോ ഈ പൊട്ടക്കിണറ്റിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് കരക്കേറി കെട്ടി പോയാൽ മതിയെന്ന്. പക്ഷെ പോകാൻ പറ്റുന്നില്ല. ഈ കൂടെയുള്ളവരൊക്കെ ഇങ്ങോട്ട് താത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെട്ടു പോകാൻ എനിക്ക് പറ്റുന്നില്ല. ലബ്ധ്വാജനോ ദുർലഭമത്ര മാനുഷം കഥഞ്ചിദവ്യംഗമയത്നതോ നഖാം പാദാരവിന്ദം ന ഭജത്യസന്മതൻ ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു. ലബ്ധ്വാജനോ ദുർലഭമത്ര മാനുഷം കഥഞ്ചിദവ്യംഗമയത്നതോ നഖാം പാദാരവിന്ദം ന ഭജത്യസന്മതൻ ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു. ലബ്ധ്വാജനോ ദുർലഭമത്ര മാനുഷം കഥഞ്ചിദവ്യംഗമയത്നതോ നഖാം പാദാരവിന്ദം ന ഭജത്യസന്മതൻ ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു. മമൈഷകാലോജിത നിഷ്ഫലോ ഗതോ രാജ്യശ്രിയോന്നത്തമദസ്യ ഭൂപതേ മർത്യാത്മബുദ്ധേ ഫുതദാരകോശഭൂഷു ആസജ്ജമാനസ്യ ദുരന്തചിന്തയാം. മമ എനിക്ക് ഏഷകാലോ ഈ കാലം, ഹേ അജിത സംബോധനയാണ്. ആരാരും ജയിക്കാൻ പറ്റാത്തവനാണ് ഹേ ഭഗവൻ എന്ന്. മമ ഈഷകാലോ എനിക്ക് ഇത്രയും ഈ കാലം മുഴുവൻ നിഷ്ഫലോഗത നിഷ്ഫലമായിട്ട് പോയി. ഇത്ര കാലവും നിഷ്ഫലമായി പോയി എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അന്നൊക്കെ മനസ്സിലായിരുന്നെങ്കിൽ വേണ്ടിയതിലായിരുന്നു. നമുക്ക് ഇപ്പോഴും ഈ വൈകിയ മനസ്സിലായത്. ഇത്രയും കാലം വെറുതെ കളഞ്ഞല്ലോ, ഇതൊക്കെ നേരത്തെ തോന്നിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മുരുകുന്ന് തോന്നിയ പോലെ. നിഷ്ഫലോകത്തോ മമ ഈശകാല, ഇത്രയും കാലം എനിക്ക് നിഷ്ഫലമായി കഴിഞ്ഞുകൂടി. കാലം എന്ത് വേഗം പോകുന്നേ. വർഷങ്ങളും മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും മണിക്കൂറുകളും മിനിറ്റുകളും കാഷ്ഠകലാദികളുമായിട്ട് എത്ര വേഗമാണ് കഴിഞ്ഞു പോവുക. ഈ വെള്ളിയാഴ്ച കഴിഞ്ഞു, ഹാവു അശാന്തമായി വിചാരിക്കുമ്പം ദാ പെട്ടെന്ന് വരും 4-5 ദിവസം കഴിയുമ്പോൾ അടുത്ത വെള്ളിയാഴ്ച. കാരണം ഈ കാലം അതിവേഗത്തിൽ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ ജന്മം, ജീവിതം ഞാൻ വാസ്തവത്തിൽ നിഷ്ഫലമാക്കി മാറ്റി എന്ന് തോന്നാൻ കാരണം എന്താണ്? രാജ്യശ്രീയോന്നത്തമദസ്യ ഭൂപതേ, രാജാവിൻ്റെ രാജ്യശ്രീ കൊണ്ട് ഉന്നത്തമതനായി തോന്നു. രാജ്യൈശ്വര്യം കൊണ്ട് വർദ്ധിച്ച മതത്തോടു കൂടിയവരായി. ഉന്നത്തമതം, വർദ്ധിച്ച മതം. രാജ്യശ്രീയാ, രാജ്യത്തിന്റെ ഐശ്വര്യം കൊണ്ട്, ലക്ഷ്മി കൊണ്ട്, ഉന്നത്തമതസ്യ വർദ്ധിച്ച മതത്തോടു കൂടിയവനായിട്ട് ഭൂപതേഹി, രാജാവിന്റെ, മർത്യ ആത്മബുദ്ധേഹേ ഭൂപതേഹി, മരണശീലനാണ് എന്നുള്ള ആത്മബുദ്ധിയുള്ളവനായ ഒരു രാജാവിന്റെ. മർത്യ ആത്മബുദ്ധേഹി, മർത്യൻ മരിക്കുന്നവൻ, നശിക്കുന്നവൻ. നശിക്കുന്ന ഈ ശരീരത്തിൽ, ഈ ശരീരമാണ് ഞാനെന്ന ആത്മബുദ്ധി കൊണ്ട്, മർത്യശരീരത്തിൽ ആത്മബുദ്ധിയുള്ളവനായ ഭൂപതിയായ രാജ്യശ്രീയോന്നത്തമതനായ ഈ ഞാൻ, അങ്ങനെയാണ് കാലം വെറുതെ പോയത് എന്ന്. രാജ്യത്തിന്റെ ശ്രീക്ക് വേണ്ടി അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. രാജ്യം നന്നാക്കണം, രാജ്യം ശത്രുക്കൾ ആക്രമിക്കരുത്, രാജ്യം ധനസമ്പുഷ്ടമാവണം, രാജ്യം അപകടമുണ്ടാവരുത്. ഇതിങ്ങനെ അന്വേഷിച്ച് ഞാൻ ജീവിതകാലം അത്രയും നിഷ്ഫലമായിട്ട് കളഞ്ഞു. രാജ്യശ്രീയാ,
അതുകൊണ്ട് ഉന്നതമതനായി എന്നാണ് ഞാൻ രാജാവാണ് എന്നുള്ള വർദ്ധിച്ച മതം എന്നിലുണ്ടായി. എല്ലാവരും എൻ്റെ വാക്കനുസരിക്കണം എന്നൊക്കെ രാജാധികാരത്തിന്റെ മതത്തിൽ ആവിഷ്ടനായി തീർന്ന ഞാൻ മരിച്ചു പോകുന്ന മനുഷ്യനാണ് എന്നുള്ള ആത്മബുദ്ധി എനിക്കുണ്ടായില്ല. മർത്യാത്മബുദ്ധേ, ഈ മർത്യമായ ശരീരത്തിൽ ഇതാണ് ഞാൻ എന്ന് ഞാൻ അതിൽ ഉറപ്പിച്ചു. ശ്രുത ദാര കോശ ഭൂഷു ആസജ്ജമാനസ്യ ദുരന്ത ചിന്തയാ. സുതന്മാർ, പുത്രന്മാർ, ദാരങ്ങൾ, പത്നി, കോശം, ധനം സൂക്ഷിക്കുന്ന സ്ഥലം, ബാങ്കോ പെട്ടിയോ പേഴ്സോ ഒക്കെ ആയിക്കോട്ടെ. കോശ ഭൂഷു, ഭൂക്കളിൽ, ഭൂമിയിൽ, ഇവയിൽ ഫുത ദാര കോശ ഭൂഷു ദുരന്ത ചിന്തയാ ആസജ്ജമാനസ്യ. ദുരന്ത ചിന്ത അവസാനമില്ലാത്ത ചിന്തയെന്നാണ്. ദുരന്തം, ദുഃഖമായ അന്തത്തോടുകൂടിയ ചിന്തയോടെ, ദുരന്ത ചിന്തയാ. ആസജ്ജമാനസ്യ, ആസജ്ജമാനായിരിക്കുന്ന മമ ഏഷ കാലോ നിഷ്ഫലോകത. അങ്ങനെയുള്ള എനിക്ക് ഈ കാലം നിഷ്ഫലമായി പോയി. സുത ദാര കോശ ഭൂഷു ആസജ്ജമാനസ്യ, അതിൽ ആസക്തനായി ഞാൻ. പുത്രന്മാരിൽ, പത്നിമാരിൽ, കോശത്തിൽ, ധനത്തിൽ, ഭൂമി. ഇപ്പൊ നമ്മുടെ ആസക്തി ഇവിടെയൊക്കെയാണ്, ഭൂമിയിലെ ആസക്തിയാണ്. ഇനിയും ഇത്തിരി കൂടി മേടിക്കണം, ഇത്തിരി കൂടി മേടിച്ചതിനോട് ചേർത്ത് ഇതും കൂടി വേണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ധനത്തെക്കുറിച്ചാണ്. ഇത്ര കാശ് പോയി, ഇനി ഇത്രയേ ഉള്ളൂ ബാക്കി, ഇനി ഇത്രയും ഉണ്ടാക്കണം, അവിടെ ഇത്രയുണ്ട്, ഇവിടെ ഇത്രയുണ്ട്, ഇതെല്ലാം കൂടെ കൂട്ടി എന്റെ പലിശ എത്ര കിട്ടും, ഇതൊക്കെ അല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നേ. അതുപോലെ പത്നിയുടെ ആഗ്രഹങ്ങൾ സാധിക്കുക, പത്നിക്ക് വേണ്ടത് ഉണ്ടാക്കി കൊടുക്കുക, പുത്രന്മാരെ സംരക്ഷിക്കുക, അവരെ പഠിപ്പിക്കുക, അവർക്ക് ജോലി മേടിച്ചു കൊടുക്കുക, അവരെ വിവാഹം കഴിപ്പിക്കുക. അതൊന്നും ഇപ്പം വേണ്ടി അല്ലാതെ തന്നെ കഴിച്ചോളും. എങ്കിലും അവരിൽ പുത്രന്മാരുണ്ടാവുക, അവരെ നോക്കുക. ഇങ്ങനെ പോവുകയല്ലേ, ഇതെവിടെയാ തീരുകയാണ്? ഫുത ദാര കോശ ഭൂഷു ദുരന്ത ചിന്തയ ആസജ്ജമാനസ്യ. അതില് ദുഃഖമായി ചിന്തയാണ് അതിലുണ്ടാകുന്നത് എന്നറിയാതെ ഞാൻ ആസക്തനായി. ദുരന്തമായ ചിന്ത കൊണ്ട് അതിൽ ആസക്തനായി തീർന്നിട്ട് അയം കാലോ നിഷ്ഫലോകത, ഈ കാലം അത് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ മനുഷ്യ ജീവിതത്തെ വരച്ചു കാണിക്കുകയല്ലേ ചെയ്യാം. മുചുകുന്ദൻ കൂടി സ്വാഭാവികൻ ഭാഗവതത്തിൽ അപ്രധാന കഥാപാത്രമാണ് മുചുകുന്ദനെ പലപ്പോഴും പലരും അവതരിപ്പിക്കുക. പക്ഷെ ഇവിടെ മുചുകുന്ദനെ പോലെ ഇത്ര ഭക്തനായ ഉത്കൃഷ്ടനായ കഥാപാത്രത്തെ നമുക്ക് ഭാഗവതത്തിൽ കാണാൻ കിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മളിൽ ഒരാളായി മാറുന്നു മുചുകുന്ദൻ. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ അദ്ദേഹത്തിന് ഭക്തിക്ക് സമയം കിട്ടില്ല, അവസരം കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് ഈ കഴിഞ്ഞ ജന്മത്തിൽ പറഞ്ഞതാ, അത് പാലിക്കാനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്. അഹോ കഷ്ടം, ഈ ജന്മം മുഴുവൻ ഞാൻ പാഴാക്കി കളഞ്ഞില്ല ഇത്രയും കാലവും. ഇനിയുള്ള കാലം അത് പറ്റില്ല. ഇത്രയും കാലവും ഭാഗവതം പഠിക്കാതെ പോയി എന്നുള്ളത് ജന്മം പാഴാക്കലായിരുന്നു. പക്ഷെ ഇനി ഉണ്ടാവില്ല. ഭാഗവതം പഠിക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു നിമിഷം പോലും പാഴായി പോയില്ല, കളയില്ല. അതുകൊണ്ട് ഈ ഇത്രയും കാലം എനിക്ക് നിഷ്ഫലമായി പോയി എന്നൊരു സങ്കടം മാത്രമേ എപ്പോഴുള്ളൂ. പക്ഷെ അതിന്റെ സാഫല്യം അങ്ങേ കണ്ടതോടുകൂടി ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു.
ലഭിക്കേണ്ടത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, നേടേണ്ടത് നേടിയിരിക്കുന്നു. ഇതായിരുന്നു ജന്മകൃത്യം, അത് നേടിയിരിക്കുന്നു. മമേഷകാലോചിത ദുഷ്ഫലോ ഗതോ രാജ്യശ്രിയൊന്നർത്ഥമദസ്യ ഭൂപതേ മർത്യാത്മബുദ്ധേ ഫുതദാരകോശഭൂഷു ആഫജ്യമാനസ്യ ദുരന്ത ചിന്തയാം. മമേഷകാലോചിത ദുഷ്ഫലോ ഗതോ രാജ്യശ്രിയൊന്നർത്ഥമദസ്യ ഭൂപതേ മർത്യാത്മബുദ്ധേ ഫുതദാരകോശഭൂഷു ആഫജ്യമാനസ്യ ദുരന്ത ചിന്തയാം. മമേഷകാലോചിത ദുഷ്ഫലോ ഗതോ രാജ്യശ്രിയൊന്നർത്ഥമദസ്യ ഭൂപതേ മർത്യാത്മബുദ്ധേ ഫുതദാരകോശഭൂഷു ആഫജ്യമാനസ്യ ദുരന്ത ചിന്തയാം. ഇനി അദ്ദേഹത്തിന്റെ ചിന്തകൾ 2-3 ശ്ലോകത്തിൽ കൂടി കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ സ്തുതിയുണ്ട്. മുചുകുന്ദ സ്തുതി എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. മനോഹരമായൊരു സ്തുതി. അതും കൂടി കേട്ടിട്ട് വേണം നമുക്ക് ഈ അധ്യായത്തിന് പിന്തിരിയാൻ. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ ഇത്രയും സമയം മുചുകുന്ദന്റെ കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിലും നാട്ടിലും രാജ്യത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മുടെ സമയം അതിക്രമിച്ചാൽ നമുക്ക് ഇനി തിരിച്ച് നമ്മുടെ വീട്ടിലേക്കൊന്ന് എത്തി നോക്കാം. ഉടനെ നമുക്കത് ഉപസംഹരിക്കാം. ബാക്കി ഭാഗം നാളെ ആവട്ടെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. മുചുകുന്ദസ്തുതി ഇവിടെ മുതലല്ലേ തുടങ്ങുന്നത് സാറേ? അപ്പൊ അല്ലല്ല, എത്ര കഴിയും. ഇത് മുചുകുന്ദൻ തന്റെ അവസ്ഥ പറയാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം ടീച്ചറെ. ടീച്ചർ ഇന്ന് വന്ന് ഉണങ്ങാതെ കയറുന്നുണ്ടല്ലേ? ഹരി വിളിക്കാറുണ്ടോ? വരാൻ പറ്റുന്നില്ലല്ലേ? ദിവസം വിളിക്കും. പറ്റിയല്ലോ, വരാനും പറ്റത്തില്ല. എന്നെ വിളിക്കാറുണ്ടോ മിക്കാറും? സാറ് പറയുന്നൊക്കെ എന്നോട് പറയും. അത് ശരി. ഓഹോ, പുസ്തകമൊക്കെ അയച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ 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 അതെ, എല്ലാം അയച്ചു. വിനീതമായ കൂപ്പുകൈ. ഓ ആയിക്കോട്ടെ. നമസ്കാരം. 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 ഇത് ഇപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് മുചുകുന്ദൻ ഭഗവാന്റെ ആ മഹിമയെ പറയുകയാണല്ലോ അല്ലെ? അതെ 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 അതെ, ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. ഞാൻ ഇത്രയും കാലം ചെയ്യാത്തതിന്റെ വിഷമം. അതെ, കാരണം ഇത് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ദർശനമല്ലേ. ഇങ്ങനെ ഒരിക്കലും മുഴുവൻ മേലൊന്നും ഉറങ്ങാൻ പോയതല്ലേ. അല്ല, ഗർഗമുനിയുടെ ആ വാക്കുകളൊക്കെ ഓർക്കുന്നതാണല്ലോ. അതെ, അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്നാ എപ്പോഴാണുള്ളതെന്ന് അറിയത്തില്ലല്ലോ. അതെ, അതിപ്പോഴാണ് അതാണെന്നുള്ളത് മനസ്സിലായത്. ഇത് കഴിഞ്ഞിട്ടാണ് സ്തുതി തുടങ്ങുന്നത്. അതെ അതെ, കഴിഞ്ഞ സ്തുതി. ശരി സാറേ, നമസ്തേ. നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം.